ഇലക്ഷൻ വരാൻ പോവുകയാണ് നാട്ടിൽ. നമ്മുടെ കേരളം ഒരു ഇലക്ഷന്റെ ചൂടിലേക്ക് കടന്നു വരാൻ വേണ്ടി പോകും. അതിന്റെ കാഹളം മുഴങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. തെക്കും വടക്കും യാത്രകൾ അതിശീഘ്രം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും അത് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ വിഷയത്തിലും വിശ്വാസികൾക്ക് കൃത്യമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവണം, നിലപാടുകൾ ഉണ്ടാവണം. രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് ഒരു ധാരണയുള്ളത് അത് രാഷ്ട്രീയക്കാർക്ക് മാത്രം ബാധകമാണ്. നമ്മളൊക്കെ മതത്തിന്റെ ആളുകളല്ലേ, നമ്മളൊക്കെ മതസംഘടനയുടെ ആളുകളല്ലേ, നമ്മളെ പള്ളിയിലത്തെ ആൾക്കാരല്ലേ, നമ്മൾ മൗലവിയല്ലേ, നമുക്കൊന്നും അതിലൊരു റോളും ഇല്ല. ആ ധാരണ തിരുത്തണം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താ? രാഷ്ട്രവുമായി ബന്ധപ്പെട്ടത് എന്നതാണ്. ഇവിടെയുള്ള നമ്മുടെ ജീവിതത്തിലെ രാവിലെ മുതൽ രാത്രി വരെയുള്ള, തൊട്ടിൽ മുതൽ കട്ടിൽ വരെയുള്ള സകല വിഷയങ്ങളിലും ഇടപെടുന്ന നയനിലപാടുകൾ രൂപപ്പെടുത്തുന്ന സംവിധാനത്തിന്റെ പേരാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതിനുണ്ട് ആ തീരുമാനങ്ങൾ ഉണ്ടാകുന്ന സ്ഥലത്തിന്റെ പേരാണ് പാർലമെന്റ് എന്ന് പറയുന്നത്. ആ തീരുമാനങ്ങൾ കൊണ്ടുവരുന്ന സ്ഥലത്തിന്റെ പേരാണ് നിയമസഭ എന്ന് പറയുന്നത്. ആ നിയമസഭകളിൽ ഈ നിയമനിർമ്മാണത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന ആളുകൾക്ക് വിളിക്കുന്ന പേരാണ് എംപിമാരും MLA മാരും എന്ന് പറയുന്നത്. ആ MLA മാരും MP മാർക്കും വോട്ട് ചെയ്യുന്ന ആളുകളാണ് ഞാനും നിങ്ങളും. നമ്മൾ ആരെ ജയിപ്പിക്കുന്നുവോ അതിനനുസരിച്ചാണ് അതിന്റെ ഉള്ളിലേക്ക് ആളുകൾ എത്തുക. അതിനനുസരിച്ചാണ് അവിടെ നയനിർമ്മാണങ്ങൾ നടക്കുക. നമ്മുടെ രാജ്യം എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്ന് തീരുമാനിക്കുക. അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് പോണ ആളുകൾ ആരായിരിക്കണം എന്ന ബോധ്യം ഇവിടേക്ക് ഓരോരുത്തർക്കും കൃത്യമായ വ്യക്തത വേണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുകയെന്നറിയോ? അത് നമ്മുടെ ജീവിതത്തിന്റെ സ്വൈര ജീവിതത്തെ ഇത് ബാധിക്കും, നമ്മുടെ വികസനത്തെ ബാധിക്കും, നമ്മുടെ സമാധാന ജീവിതത്തെ ബാധിക്കും, അതിലപ്പുറം നമ്മുടെ സംസ്കാരത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ സിദ്ധാന്തം, നമ്മുടെ രാജ്യത്തിന് സർക്കാരിന് മതം പാടില്ല, പൗരന്മാർക്ക് മതമാകാം എന്നതാണ് നമ്മുടെ തത്വം. പക്ഷെ അതൊക്കെ അട്ടിമറിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇന്ന് മതപരിവർത്തന നിരോധന നിയമം 12 സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയ രാജ്യത്തിന്റെ പേരാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതേ രാജ്യത്ത് തന്നെ മതസ്വാതന്ത്ര്യത്തിന് അവകാശവുമുണ്ട്, മതപ്രബോധനത്തിന് അവകാശമുണ്ട്. മതം വിശ്വസിക്കാൻ മാത്രമല്ല, ആചരിക്കാൻ മാത്രമല്ല, അത് പ്രബോധനം ചെയ്യുവാൻ അവകാശം ഭരണഘടനയിൽ നൽകുന്ന ഒരു രാജ്യത്തിന്റെ പേരാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ മതം പ്രചരിപ്പിക്കുക, പ്രഘോഷിപ്പിക്കുക ഒക്കെ ചെയ്യാം. അത് കേട്ടുങ്ങാണ്ട് ഒരാളെ ഒരു മതത്തിൽ നിന്ന് വേറൊരു മതത്തേക്ക് മാറി കുറ്റായി. അപ്പൊ ആ നിയമങ്ങൾ തമ്മിൽ വ്യത്യാസമല്ലേ? ഇതെന്തിനായി ഇത് നിയമം ഉണ്ടാക്കുന്നത്? മതപ്രബോധനം തന്നെ തെറ്റാണെന്ന് കൊണ്ടുവരാൻ വേണ്ടിയാണ് ആദ്യം ഇതിന്റെ വാതിൽ കിടക്കുന്നത്. ഇപ്പൊ ഇതിന്റെ പബ്ലിസിറ്റി കംപ്ലീറ്റ് നാട്ടുകൂടി കൊടുത്തു. റമദാൻ വിജ്ഞാനവേദിന്റെ പബ്ലിസിറ്റി കംപ്ലീറ്റ് കൊടുത്തു. എന്നിട്ട് രാവിലെ എല്ലാവരും വന്ന് നോക്കുമ്പോൾ വാതിലൊക്കെ അടച്ചാണ്. പിന്നെന്തിനാ പബ്ലിസിറ്റി കൊടുത്ത്? അതുപോലെ ഇവിടെ ഏതൊരാൾക്കും അവനവന്റെ മതം പ്രചരിപ്പിക്കാനുള്ള അവകാശം ഇവിടെ ഉണ്ട്. അത് കേട്ടുകാണ്ട് ഒരാൾക്ക് മാറാൻ പാടില്ല, മാറിയ കുറ്റായി. ഈ നിയമം എവിടുന്ന് പാസ്സാക്കിയതാ? നിയമസഭകളിൽ പാസ്സായതാണ് അല്ലേ? ഈ പറഞ്ഞ MLA മാർ ഇരിക്കുന്നിടത്ത് പാസ്സാകുന്നതാണ്. അപ്പൊ ആ MLA മാർ ആ രീതിയിൽ ചിന്തിക്കുന്ന MLA മാരായതുകൊണ്ടാണത്. ഏത് വിഷയം അങ്ങനെ അല്ലാത്തത്? പൗരത്വ ഭേദഗതി നിയമം മുസ്ലിമീങ്ങൾക്ക് മാത്രം പൗരത്വം കൊടുക്കാൻ പാടില്ല. ആ നിയമം ചുട്ടെടുത്തത് എവിടെയാണ്? പാർലമെന്റിലാണ്. MP മാർ ഇരിക്കുന്നിടത്ത് ചുട്ടെടുക്കപ്പെട്ട നിയമമാണ്. വഖഫ് നിയമം എവിടെ പാസ്സാക്കപ്പെട്ടതാ? പാർലമെന്റിൽ പാസ്സാക്കപ്പെട്ടതാണ്. ആ വഖഫ് നിയമം ബാധിക്കുന്നത് ആരെയാ? നമ്മുടെ മുൻഗാമികൾ പള്ളിക്കും മദ്രസിനും മറ്റുമായി വഖഫ് ചെയ്ത സ്വത്തിനെയാണ് ഇത് ബാധിക്കുന്നത്. ഇത് മതത്തെ ബാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഒരു പള്ളി ഉണ്ടാക്കണമെങ്കിൽ പെർമിഷൻ വേണം. ആ പെർമിഷൻ അനുവദിക്കേണ്ടത് ആരാ? പണ്ട് കളക്ടറായിരുന്നു. ആ കളക്ടർ അനുവദിക്കുന്നതിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് രാഷ്ട്രീയമായ നിരന്തരമായ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ അത് പഞ്ചായത്തിന് വേണ്ടി അനുവദിക്കപ്പെട്ടത്. അതാരാ ആ നിയമം ഉണ്ടാക്കുന്നത്? ആരാണ് ആ ചർച്ച കൊണ്ടുവരുന്നത്? പഞ്ചായത്തിൽ നമ്മൾ ജയിപ്പിക്കുന്ന മെമ്പർമാരാണ്. അപ്പൊ അതാരാകണമെന്ന് നമുക്ക് ധാരണ വേണ്ടേ? ഇതൊന്നും നമ്മളെ വിഷയമല്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ഇനിയുള്ള കാലത്ത് ഇതൊക്കെ വളരെ ഗൗരവപ്പെട്ട വിഷയം തന്നെയായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അരാഷ്ട്രീയവാദത്തിനും അവിശുദ്ധ രാഷ്ട്രീയത്തിനും എതിരാണ് നമ്മൾ. നമുക്ക് അരാഷ്ട്രീയവാദമില്ല, രാഷ്ട്രീയമുണ്ട്. അതോടൊപ്പം രാഷ്ട്രീയ അഴുക്കുചാലുകളിൽ നീന്താൻ പാടില്ല. നമ്മുടെ വ്യക്തിത്വം കളഞ്ഞു കുളിച്ചുകൊണ്ട് അഴിമതിക്കും സ്വതന്ത്ര പക്ഷപാതിത്വത്തിനും അതുപോലെയുള്ള രാഷ്ട്രീയ അഭ്യാസങ്ങൾക്കും ഒരിക്കലും ഒരു വിശ്വാസി നിന്നു കൊടുക്കാൻ പാടില്ല. ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ എടുക്കേണ്ട നയം എന്ന് പറയുന്നത്. രാഷ്ട്രീയ നിലപാട് പ്രത്യേകിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അന്നും ഇന്നും എന്നും ഒന്ന് തന്നെയാണ്. രാഷ്ട്രീയത്തിൽ ഇടപെടാം, മത്സരിക്കാം, കുഞ്ചിക സ്ഥാനങ്ങളിലെത്താം എന്ന് പറയുക മാത്രമല്ല അത് എത്തിക്കുക കൂടി ചെയ്ത ഒരു പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അതിന് ആത്മീയമായ ഒരു തലം ഒരുക്കി കൊടുക്കുകയായിരുന്നു KM മൗലവിയെ പോലെയുള്ള പണ്ഡിതന്മാർ. അതിന് രാഷ്ട്രീയമായ ദിശാബോധം കൊടുക്കുകയായിരുന്നു KM സീതി സാഹിബിനെ പോലെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ. ആ KM സീതി സാഹിബ് സ്പീക്കറായിട്ടുണ്ട്,
CH മുഹമ്മദ് കോയ സാഹിബ് മുഖ്യമന്ത്രിയായിട്ടുണ്ട്, ഇല്ലേ? ഞാൻ പറയുന്നത് എന്തുകൊണ്ട് കേരളമായി UP ആകാതെ പോയി? UP മുസ്ലിങ്ങളുടെ കുറവ് കൊണ്ടല്ല. അവിടെ ഒരു KM മൗലവി ഉണ്ടായില്ല, അവിടെ ഒരു KM CD സാഹിബ് ഉണ്ടായില്ല, അവിടെ രാഷ്ട്രീയ സംഘാടനം ഉണ്ടായില്ല, അവിടെ ഒരു സാമുദായിക സംഘാടനം ഉണ്ടായില്ല, അവിടെ മുസ്ലിമീങ്ങൾക്ക് രാഷ്ട്രീയ ഇച്ഛാശക്തി ഉണ്ടായില്ല. നിങ്ങൾ പന്തായാൽ മതി, ടീമാകരുത് എന്നാണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കാനുള്ള ഒരു പന്തായാൽ മതി മുസ്ലിം സമുദായം. നിങ്ങൾ സ്വന്തം സംഘടിക്കാൻ പാടില്ല, നിങ്ങൾ സ്വന്തം രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കാൻ പാടില്ല, നിങ്ങൾ സാമുദായികമായി സംഘടിക്കാൻ പാടില്ല. കാരണം അങ്ങനെ സംഘടിച്ചാൽ പ്രശ്നമാണ്, അപ്പൊ നിങ്ങൾ തീവ്രവാദികളായി മാറും. ഇതാണ് പുതിയ ആഖ്യാനം. ശരിയല്ല അത്. ഇവിടെ എല്ലാ സമുദായത്തിനും സംഘടിക്കാം, ജനാധിപത്യ രീതിയിൽ സംഘടിക്കാം, എല്ലാവരും സംഘടിക്കുകയും ആവശ്യങ്ങൾ ചോദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മുസ്ലിം സമുദായത്തിനും അവകാശം. ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, രാഷ്ട്രീയം നമ്മൾ അന്നും മത്സരിക്കാന്ന് പറഞ്ഞവരാണ്, ഇടപെടാന്ന് പറഞ്ഞവരാണ്, ഇന്നും അത് തന്നെ പറയുന്നു. പക്ഷേ രാഷ്ട്രീയത്തിൽ പോളിസികൾ മാറാം, നയങ്ങൾ മാറാം. അത് സന്ദർഭത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. എന്നാൽ ചില ആളുകൾക്ക് പണ്ട് ഇതൊക്കെ ഹറാമായിരുന്നു, പാടില്ലെന്ന് പറഞ്ഞവരായിരുന്നു. അവർക്ക് ഒരുപക്ഷെ ആദർശത്തിൽ മാറ്റം വരുത്തേണ്ടി വരും. നമുക്ക് അങ്ങനത്തെ ഒരു വിഷയമേ ഈ വിഷയത്തിൽ വളരെ സസ്റ്റൈനബിളായ സന്തുലിതമായ ഒരു സമീപനമാണ് ഈ വിഷയത്തിൽ നമ്മൾ സ്വീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വിശ്വാസിക്ക്, രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ഒരു വിശ്വാസിക്ക് ഒരിക്കലും അവന്റെ പാർട്ടി താല്പര്യങ്ങളല്ല ഒന്നാമതായി ഉണ്ടാവുക. തന്റെ മതവിശ്വാസത്തിന് പോറലേൽപ്പിക്കുന്ന ഒരു നിലപാടും അവൻ സ്വീകരിക്കുകയില്ല. താൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടി താൻ ഉൾക്കൊള്ളുന്ന മതത്തിന് എതിരായി, സംസ്കാരത്തിന് എതിരായി എങ്ങാനും പ്രവർത്തിച്ചാൽ അവിടെ പാർട്ടി താല്പര്യത്തിനല്ല ഒരു വിശ്വാസി താല്പര്യം കൊടുക്കേണ്ടത്, മുൻഗണന കൊടുക്കേണ്ടത് തന്റെ വിശ്വാസ സംരക്ഷണത്തിനായി. എന്റെ നേതാവ് പറഞ്ഞു, എന്റെ നേതാവ് പ്രസംഗിച്ചു, എന്റെ നേതാവ് കൊണ്ടുവന്ന നയമാണ്, അത് ഇസ്ലാമിനെതിരാണെങ്കിൽ മുസ്ലിം എന്ന നിലയ്ക്ക് ഞാൻ അത് അംഗീകരിക്കില്ല എന്ന് പറയാൻ ത്രാണയുണ്ടാകണം. അപ്പോഴാണ് ഞാൻ ശരിയായ മുസ്ലിം ആവുക. അത് പറയാനും പ്രകടിപ്പിക്കാനും ഇന്ത്യ രാജ്യത്തിന് അവകാശമുണ്ട്. അപ്പോഴേക്കും നമ്മൾ തീവ്രവാദിയാവില്ല. ആ ഒരു ബോധത്തോടു കൂടിയായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടവർ. അപ്പൊ നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വികസനത്തിനോടൊപ്പം നിൽക്കുക, നമുക്ക് സമാധാനമുള്ള ഒരു നാടുണ്ടാകുക, വർഗീയതയ്ക്കെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുക, അതോടൊപ്പം നമ്മുടെ മതവിശ്വാസത്തിന് പോറലേൽക്കാത്ത നിയമങ്ങൾ ഇവിടെ ഉണ്ടാവുകയും വേണം. ഈ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ടായിരിക്കണം നമ്മൾ രാഷ്ട്രീയവുമായി മുന്നോട്ട് പോകേണ്ടത്. ഇതിനെ എങ്ങാനും വേദനിപ്പിച്ചാൽ, അത് ഏത് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും, ഈ ഒരു മതപ്രബോധനത്തെയും അതിന്റെ മതവിശ്വാസികളെയും അവരെ തീവ്രവാദികളാക്കാനും അവരെ കുഴപ്പക്കാരാക്കാനും ആര് പരിശ്രമിച്ചാലും അത് തിരിച്ചറിയാനുള്ള വിവേകം വിശ്വാസികൾക്ക് ഉണ്ടാവുകയും വേണം. അവിടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കും. ഈ ഒരു രൂപത്തിലായിരിക്കണം നിലപാടുമായി നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്ത് എന്ന് തുടങ്ങുന്ന വിശുദ്ധ ഖുർആനിലെ ആ ആയത്ത് നമ്മളെല്ലാവരും ഈ രംഗത്ത് ഓർത്തു വെക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എന്താണ് 3 കാര്യങ്ങൾ അള്ളാഹു ഓഫർ ചെയ്യാണ്, നിങ്ങൾക്ക് ഞാൻ വാഗ്ദാനം നൽകിയിരിക്കുന്നു. എന്താ 3 കാര്യം? ഒന്ന്, നിങ്ങൾക്ക് സ്വാധീനം, ഭൂമിയിൽ സ്വാധീനം നൽകാം. രണ്ടാമത് പറഞ്ഞത് എന്താ? വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതളാ, നിങ്ങൾ വിശ്വസിച്ച ആ മതത്തിന്, നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട മതത്തിന് നിങ്ങൾക്ക് നിലനിൽപ്പ് നൽകാം. മറ്റൊന്ന് പറഞ്ഞത് വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ, ഇപ്പൊ നിങ്ങൾ ഒരു പ്രയാസത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്, ഭയപ്പാടിലാണ്, ആ ഭയം മാറ്റി നിങ്ങൾക്ക് നിർഭയത്വം തരാം. ഇതല്ലേ ഇപ്പൊ നമുക്ക് വേണ്ടുള്ളൂ. 3 തരാന്നാ അള്ളാഹു വാഗ്ദാനം ചെയ്യും. ഒന്ന്, നമുക്ക് സ്വാധീനം നൽകാം. രണ്ടാമത്തത്, നമ്മുടെ ദീനിന് നിലനിൽപ്പ് നൽകാം. മൂന്നാമത്തത്, ഇപ്പോഴുള്ള ഭയം മാറ്റി നിങ്ങൾക്ക് സമാധാനം തരാം. പക്ഷെ എന്ത് വേണം? നിങ്ങൾ അതിനൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ആ കണ്ടീഷൻ എന്താ? യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ, നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണം, അതിൽ മറ്റൊരാളെയും നിങ്ങൾ പങ്കുചേർക്കാൻ പാടില്ല. അപ്പൊ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ള തൗഹീദ് ഉയർത്തിപ്പിടിച്ച് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അവർക്കൊരു നിർഭയത്വം വ്യക്തിപരമായിട്ടും കുടുംബപരമായിട്ടും ഒരു സൊസൈറ്റി എന്ന നിലക്കും അള്ളാഹ് തരുന്നാണ് പറയുന്നത്. അത് തന്നിട്ടുണ്ട്. അതാണ് ഇന്നും കേരളത്തിന്റെ പ്രത്യേകത. UP ഇല്ലാത്തൊരു നിർഭയത്വം ഇന്നും കേരളത്തിൽ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് വെച്ചാൽ ഇവിടെ തൗഹീദിന്റെ ഒരു ഭൂമി ഇവിടെ ഉണ്ടായി എന്നതുകൊണ്ടാണ്. ഇവിടെ ആ നിലക്ക് പ്രവർത്തനങ്ങൾ ഉണ്ടായി എന്നത്, ദഅവത്ത് നടന്നു എന്നതാണ്. ആ ദഅവത്ത് നിലക്കാൻ പാടില്ല. അപ്പോഴേ അള്ളാന്റെ സഹായം നമുക്ക് കിട്ടുള്ളൂ. എണ്ണക്കുറവൊരു വിഷയമേ അല്ല, ന്യൂനപക്ഷമല്ല പ്രശ്നം, ന്യൂനതയുള്ള പക്ഷമാണ്. ശരിക്കും ശ്രദ്ധിക്കണം. ന്യൂനപക്ഷമല്ല ഇസ്ലാമിലെ പ്രശ്നം, ന്യൂനതയുള്ള പക്ഷമാണ്. കമ്മിൻ ഫിഅത്തിൻ ഖലീല ഗലബത് ഫിഅത്തിൻ കസീറ, എത്ര ചെറു സംഘങ്ങളാണ് വലിയ വലിയ സംഘങ്ങൾ അതിജീവിച്ചിട്ടുള്ളത്. ബദറിൽ 300 ചില്ലാൻ ആൾക്കാർ മാത്രമാണ് മുസ്ലിങ്ങൾ ഉണ്ടായത്, അവിടെ വിജയിച്ചു. ഉഹദിൽ 1000ന്റെ മുകളിൽ ആൾക്കാരുണ്ടായിരുന്നു, അവിടെ പരാജയപ്പെടുക ചെയ്തു. എന്തേ? ചെറിയ ചില അനുസരണക്കേടുകൾ അവിടെ വന്നു. അപ്പം വിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഭയപ്പെടേണ്ടതില്ല, ഒരു പേടിയും വേണ്ട. എല്ലാ കുതന്ത്രങ്ങളെയും തിരിച്ചറിയാൻ കഴിവുള്ളവനാണ് പടച്ചത്. ആ അള്ളാന്റെ കാവലുണ്ടെങ്കിൽ ഒരാൾക്കും നമ്മളൊന്നും ചെയ്യാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? യഥാർത്ഥ വിശ്വാസത്തോടു കൂടി, ഈമാനോടുകൂടി, തവക്കുലോടുകൂടി നമ്മൾ മുന്നോട്ട് പോകുക.
പടച്ചതമ്പുരാന്റെ സഹായം ഇൻഷാ അല്ലാഹ് നമുക്കുണ്ടാകും. സന്തുലിതമായ ഒരു ജീവിതക്രമം നമ്മൾ പാലിക്കുക.